മലയാളത്തിൽ നിന്ന് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ OTT വന്നിട്ട് തെളിവ് സഹിതം വിത്ത് പ്രൂഫ്. സോ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യണം. OTTയുടെ കാര്യമൊക്കെ ഞാൻ പറയാം. സോ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു സീന് നൈസായിരുന്നു. ഒരു പ്രതീക്ഷ ഇല്ലാതെ കാണുമ്പോൾ ഏതോ ഒരാൾ ഒരു വാഴത്തോപ്പിലിട്ട് ഒരു കൊച്ചിന്റെ കഴുത്ത് മുറിച്ചെടുക്കുന്നു, മറ്റേ മരം വെട്ടുന്ന മറ്റേ മെഷീൻ കൊണ്ട്. ആൻഡ് ഐ വാസ് ലൈക്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി ഗുഡ്. കാരണം ഒരു സൈക്കിക് ത്രില്ലർ ഫീലൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിടു 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 വൻ കിടു ഉറക്ക ഗുളികാതെ വേണമെങ്കിൽ പറയാം. ഞാൻ ഉച്ചയ്ക്ക് ഈ സിനിമ കാണാൻ തുടങ്ങി. 1.25 മണിക്കൂറിന്റെ പടമാണ്. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് കുറെ നേരം കണ്ടു. അപ്പൊ ഞാൻ 3/4 മണിക്കൂറൊക്കെ അതിന്റെ വേണ്ടി നോക്കുമ്പോ 14 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ഞാൻ അങ്ങനെ സുഖമായി കിടന്നുറങ്ങി. പിന്നെ എണീറ്റിട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡയറക്ടർ റോട്ടിൽ പോയിട്ട് ഈ വരുന്നവരെ മറ്റേ ബൈക്കിലും കാറിലൊക്കെ പോണവരുടെ അടുത്ത് അനിയ നിൽ വാ വന്ന് അഭിനയിക്ക്. അതാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് എനിക്ക് തോന്നുന്നു ഈ ഭൂലോകത്തിലുള്ള സകല എണ്ണവും ഈ സിനിമയിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. അത്ര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. സീരിയല് നാടകം വരെ തോറ്റവും അജാതി ഒരു സാധനമാണ്. ഈ ബാക്കി ഈ സിനിമയെ പറ്റി പറയാം. അതിനു മുമ്പ് ഇന്ന് രാത്രി കുറെ പടങ്ങൾ OTT വരുന്നുണ്ട്. ഇന്നലെ ഈ ഒരു വീക്കിൽ തന്നെ കുറെ ഉണ്ട്. നമ്മുടെ കിഷ്കിന്ദാപുരി പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്തെ ഏറ്റവും ബെസ്റ്റ് ഹൊറർ പടം, ബെല്ലംകൊണ്ട ശ്രീനിവാസിന്റെ പടം, അനുപമയൊക്കെ ഉള്ളത് C5 സ്ട്രീം ചെയ്യുന്നുണ്ട്. നമ്മുടെ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി C5 ഇന്ന് രാത്രി വരുന്നുണ്ട്. തണലോ അങ്ങനെ എന്തോ ഒരു പടം, നമ്മുടെ അതർവേയുടെ ഒരു ത്രില്ലർ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി വരുന്നുണ്ട്. പിന്നെ ഇമ്പം, നമ്മുടെ ദീപക് പരമോൾ ഇന്ദ്രൻ ചേട്ടനുള്ള പടം സൺ നെക്സ്റ്റിൽ വരുന്നുണ്ട്. അങ്ങനെ കുറെ പടം ഇന്നും ഈ വീക്കായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്, ദീപാവലി സ്പെഷ്യൽ ആയിട്ട്. ആൻഡ് തിയേറ്റർ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ എന്തോന്നടേ, ദീപാവലി പറഞ്ഞ ഫെസ്റ്റീവ് സീസൺ ആണ്. അതായത് പടങ്ങൾ അജാദി, വിജയ്, അജിത്ത്, സൂര്യയുടെ പടങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ വന്നിട്ട് ഏതൊക്കെ പടങ്ങൾ ഇത് എപ്പോ വേണമെങ്കിൽ ഇറക്കിക്കൂടെ, എന്തിന് ദീപാവലി സ്പെഷ്യൽ ആയിട്ട്. OTTയിലൊക്കെ കിടു പടങ്ങൾ ഇറങ്ങിയിട്ട് തിയേറ്ററിൽ ഏതൊക്കെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. എനിക്ക് ഒരു ഗുമ്മില്ലാത്തൊരു ദീപാവലി സീസൺ. പിന്നെ നമ്മുടെ പടം എന്താണ്, തെളിവ് സഹിതം, അതിലോട്ട് തിരിച്ചു വരുമ്പോ നിശാന്ത് സാഗർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കാണാൻ വിചാരിച്ചത്. കാരണം നിശാന്ത് സാഗറിന്റെ ഈ അടുത്ത കാലത്തുള്ള പടങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. അപൂർവപുത്രന്മാര് പോലത്തെ ഇടയ്ക്ക് ഓരോ പോകുമ്പൊക്കെ ഉണ്ട്. സ്റ്റിൽ ലോകിയൊക്കെ കണ്ടില്ലേ, എന്നാ കിടു ക്യാരക്ടർ ആയിരുന്നു ആ മനുഷ്യന്റെ. അങ്ങേരാണ് ഇതിൽ പോലീസ് ഓഫീസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടത്. ആമസോൺ പ്രൈമില് റെന്റിന് 99 ഉറുപ്പ്യ കൊടുത്താലേ കാണാൻ പറ്റുള്ളൂ. എലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയാണ് ആമസോൺ പ്രൈം. ഈ ലോക പോലുള്ള സിനിമകള് ഈ തിയേറ്ററിൽ ഓടുമ്പോ അത് റെന്റിന് കൊണ്ടുവന്ന ന്യായമുണ്ട്. ആർക്കും വേണ്ടാത്ത പടങ്ങൾ, പരം സുന്ദരി, ഒരു പട്ടിക്കുഞ്ഞിന് പോലും വേണ്ട ആ പടങ്ങളൊന്നും, അതൊക്കെയാണ് ഇവര് റെന്റിന് കൊണ്ടുവരുന്നത്. പരം സുന്ദരി കാണുമ്പോൾ 350 ഉറുപ്പ്യ കൊടുക്കണമെന്ന്. തിയേറ്ററിൽ ഇല്ല അത്രയും പൈസ. പിന്നെ വീട്ടിലിരുന്ന് കാണുന്നതിന് ഇതിന് പിന്നെ 100 ഉറുപ്പ്യ കൊടുത്താൽ മതി. 100 ഉറുപ്പ്യക്കൊന്നും ഇപ്പൊ വിലയില്ലല്ലോ. ഇതിൽ എന്താ വെച്ചാൽ മാഡം തുസാഡ്സിന്റെ മ്യൂസിയത്തില്, മറ്റേ വാക്സ് മ്യൂസിയത്തിൽ പോലും ഇത്രയും മെഴുകു പ്രതിമകൾ ഉണ്ടാവില്ല. അത്രയും മെഴുകു പ്രതിമകളാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നമ്മുടെ നിശാന്ത് സാഗർ പക്കാ കോമഡി പീസാണ് ഇതില്. മേജർ രവി, പിന്നെ അബൂ സലീം, ഇവര് തമ്മിൽ കേസ് അന്വേഷിക്കുമ്പോ ഈ മറ്റേ വീട്ടില് കുശലം പറഞ്ഞിരിക്കുന്ന പോലെയുണ്ട്. പണ്ട് സ്കൂളിൽ നമ്മൾ നോക്കുമ്പോൾ ടീച്ചർമാര് വീട്ടിൽ ഇന്ന് കറി വെച്ചു, ഇന്ന സീരിയലിന്റെ കാര്യം ഡിസ്കസ് ചെയ്യില്ലേ, അതേപോലെയാണ് ഇവർ ഇതിൽ കേസ് അന്വേഷിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ ഫസ്റ്റ് ഒരു ഭയങ്കര നിഷ്കു ഒരു പോലീസ് ഓഫീസർ വരുന്നുണ്ട്, വായിൽ വരണിട്ടാ പോലും കടിക്കാത്തത്. അങ്ങേരെ കണ്ടപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതാണ്. ഏതെങ്കിലും ഒരു ത്രില്ലർ സിനിമയിൽ ഒരു നിഷ്കു അല്ലെങ്കിൽ ഭയങ്കര നന്മമാരായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവൻ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ തന്നെ വില്ലൻ. ഒരു ജാതി പടം ഒന്നുമില്ല ഈ സിനിമയിലൊന്നും. നമുക്ക് അറിയാം ഇത് ഭയങ്കര ലോ ബഡ്ജറ്റ് പടമാണ്. നമ്മൾ ബാഹുബലി ഒന്നും പ്രതീക്ഷിക്കണമൊന്നുമില്ല. ഒരു നീറ്റ് അല്ലെങ്കിൽ ഡീസെന്റ് ആയിട്ടൊരു ത്രില്ലർ എടുത്ത് വെച്ചുകൂടെ. ഇത് പണ്ടാരം പിടിക്കാനായിട്ട് ഒരു പടം. ഞാൻ ഈ കഴുത്തൊക്കെ മുറിച്ചിട്ട് ഈ മണ്ഡല മേഡേഴ്സ് ഒരു സീരീസ് ഉണ്ടായില്ലേ, കഴുത്തും കൈയും കാലൊക്കെ മുറിച്ചിട്ട് അപ്പുറത്ത് ജോയിൻ ചെയ്ത് വേറെ ഷേപ്പ് ആക്കി വെക്കുന്ന പോലെയൊക്കെ, അങ്ങനെയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് കിടു സാധനമായിരിക്കും. പക്ഷെ ഇത് എന്തോന്നു, എല്ലാ ചാക്കനെയും മോക്കനെയും പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ പോലും ഈ പടം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ആൻഡ് ടുവേർഡ്സ് എന്റെ ട്വിസ്റ്റിക്ക് മേലെ ട്വിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ചെറിയ പിള്ളേർ പോലും എക്സൈറ്റഡ് ആവില്ല, അജാതി ട്വിസ്റ്റ്. സോ കുറെ പേര് എൻ്റെ അടുത്ത് കുറ്റവും ശിക്ഷയും കുറ്റവും ശിക്ഷയല്ല, എന്താ അതിന്റെ പേര്, വിത്ത് പ്രൂഫ്, തെളിവ് സഹിതം, അത് കാണുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കണ്ടത്. വളരെ നല്ല സിനിമ. സോ വേണ്ടവർ കണ്ടു നോക്കുക. ചിലവർക്ക് ഇത് വൻ കിടു എക്സ്പീരിയൻസ് ഉള്ള പടമായിട്ട് തോന്നും. സോ ട്രൈ ഇറ്റ് ഔട്ട്.